ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ബാരാമുള്ള ജില്ലയിലെ സോപ്പാർ മേഖലയിൽ പോലീസും രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഒരു ഭീകരനെ വധിച്ചത്. മേഖലയിൽ പട്രോളിംഗ് നടത്തിയിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിവെപ്പ് നടത്തിയെന്നും ശക്തമായ തിരിച്ചടിയാണ് സൈന്യം നൽകിയതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, ഭീകരതയ്ക്ക് അതിശക്തമായ താക്കീത് തന്നെയാണ്, തിരിച്ചടി തന്നെയാണ് സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? കെ.പി. ബാരാമുള്ള സെക്ടറിൽ ശക്തമായ പരിശോധന ഇപ്പോൾ തുടർന്നു വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ബാരാമുള്ളയിലെ സോംബോർ സെക്ടറിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, അത് CRPF-ഉം ജമ്മു കശ്മീർ പോലീസും ഒപ്പം സൈന്യവും ഉൾപ്പെടുന്ന പെട്രോളിംഗ് സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നത് ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. മേഖലയിൽ പരിശോധന തുടരുകയാണ്. അതിർത്തി മേഖലകളിലും ഒപ്പം ജമ്മു സെക്ടറിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശവാസികൾക്ക് നേരെ ഒപ്പം സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ഭീകരരുടെ ആക്രമണം നടത്തിയിരുന്നു. അതേ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സൈന്യം ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കുകയും കൂടുതൽ സേനാംഗങ്ങളെ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഭീകരർക്ക് സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബാരാമുള്ളയിലെ സോംബോർ സെക്ടറിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുള്ളത്. പെട്രോളിംഗ് സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തതാണ് ഏറ്റുമുട്ടലിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. മേഖലയിൽ പരിശോധന തുടരുകയാണ്. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.